സർ. ആ വിജയൻ വാ, ഞാൻ വെയിറ്റ് ചെയ്യുക. എന്താ സർ? ഇരിക്കേ. ആ കേസ് ഇത്തിരി കുഴപ്പത്തിലേക്കാണല്ലോ വിജയരാഘവൻ. പുറമ്പോക്ക് ഭൂമി സ്വകാര്യ വ്യക്തിക്ക് പതിച്ചു കൊടുത്തതിൽ അഴിമതി നടന്നെന്ന് കാണിച്ച് ഒരുത്തൻ കംപ്ലൈന്റ് ചെയ്തിരുന്നില്ലേ? സാർ അത് കൈകാര്യം ചെയ്തോളാന്നല്ലേ പറഞ്ഞിരുന്നത്. അതിപ്പോ മീഡിയ ഏറ്റെടുത്തിരിക്കുകയല്ലേ. പത്രങ്ങളാ സംഗതി ഇത്രയും വഷളാക്കിയത്. ഇനിയിപ്പോ കേസ് വിജിലൻസ് അന്വേഷിക്കുമെന്ന് കേൾക്കുന്നു. സാർ വേണ്ടത് ചെയ്യണം. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു കുഴപ്പമില്ലാത്ത ഫയലാണെന്ന് പറഞ്ഞ് സാറ് പ്രത്യേകം റെക്കമെൻഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഒപ്പിട്ട് കൊടുത്തത്. പേടിക്കൊന്നും വേണ്ട വിജയരാഘവൻ. അഥവാ ഒരു കേസോ അന്വേഷണമോ വന്നുപോയാൽ തന്നെ കക്ഷികൾ തെറ്റിദ്ധരിപ്പിച്ചെന്നോ വ്യാജരേഖകൾ ഹാജരാക്കി കബളിപ്പിച്ചെന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാം. തട്ടിപ്പിന് കൂട്ടുനിന്ന് സ്ഥാപിക്കാൻ വേറെ തെളിവുകളൊന്നുമില്ലല്ലോ. ആരോടും കൈക്കൂലി വാങ്ങിയിട്ടില്ല. ബാങ്ക് അക്കൗണ്ടിൽ കണക്കിലേറെ പണവും വന്നിട്ടില്ല. സാർ, എന്റെ ജോലിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? ചിലപ്പോ അന്വേഷണ വിധേയമായിട്ട് ഒരു സസ്പെൻഷൻ നടപടി വന്നേക്കും. സസ്പെൻഷനോ? സാർ, അതെങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കണം. സാറ് ലീവിലായിരുന്ന സമയത്ത് സാറ് നിർബന്ധിച്ച് എന്നെ കൊണ്ട് ചെയ്യിച്ചതാ. നിങ്ങൾ എന്തിനാണ് സസ്പെൻഷൻ എന്ന് കേൾക്കുമ്പോഴേ ഭയപ്പെടുന്നേ? അതൊക്കെ നമുക്ക് നിഷ്പ്രയാസം ഊരിയെടുക്കാം. സാർ പ്ലീസ്. ഇപ്പോൾ ഇതിനകത്ത് എന്റെ തലയും കൂടെ കൊണ്ടുവെക്കേണ്ട കാര്യമില്ലല്ലോ. ഒപ്പിട്ടതും ഫയൽ പാസ്സാക്കിയതും നിങ്ങളായതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തേ പറ്റൂ. ഞാനിപ്പോൾ കേസിന് പുറത്തു നിൽക്കുന്ന ആളാ. ഞാനും കൂടെ ഉൾപ്പെട്ട കേസാന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഗുണം കിട്ടുമോ? സസ്പെൻഷൻ ഉണ്ടാവും അല്ലേ സാർ? അതൊക്കെ ഒരു പേരിന് മാത്രം. നിങ്ങൾ പതറിപ്പോകരുത്. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റെന്നൊക്കെ പറയാറില്ലേ, അത്രയേ ഉള്ളൂ ഈ സസ്പെൻഷൻ എന്നൊക്കെ പറഞ്ഞാൽ. അത് പെട്ടെന്ന് കെട്ടടങ്ങി പൊയ്ക്കോളും. സാറ് പ്രൊട്ടക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവസാനം എന്നെ കൊണ്ട് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. മീഡിയക്കാരാ സംഭവം ഇത്രയും വഷളാക്കിയത്. പിന്നെ വീട്ടിൽ കണക്കിൽപ്പെടാത്ത പണമോ നിയമവിരുദ്ധമായി എന്തെങ്കിലും സാധനങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റിയേക്കണം. അതെന്താ സാർ? വല്ല റെയ്ഡോ മറ്റോ വന്നു കഴിഞ്ഞാൽ പിന്നെ വേണ്ടാത്ത സാധനങ്ങളൊന്നും അവരെ കൈ ചെന്ന് പെടരുതല്ലോ. റെയ്ഡോ? ഇനി അതും ഉണ്ടാവോ സാർ? ഉണ്ടാകുന്നല്ല, ഞാനൊരു വിദൂര സാധ്യത പറഞ്ഞു എന്ന് മാത്രം. നമ്മൾ കരുതിയിരിക്കുന്ന എന്തുകൊണ്ടും നല്ലതല്ലേ. വല്ല സീഡിയോ ആനക്കൊമ്പിന്റെ കഷ്ണമോ ചന്ദനമുട്ടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റിക്കൊള്ളാനാ പറഞ്ഞത്. നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെന്നല്ല, അതൊക്കെ സൂക്ഷിക്കുന്നവരുണ്ട്. മനുഷ്യർക്ക് പലതരത്തിലുള്ള ഹോബികളല്ലേ. എന്റെ വീട്ടിൽ അങ്ങനെ ഒന്നുമില്ല സാർ. എങ്കിൽ പിന്നെ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അവരവിടെ ഇവിടെയൊക്കെ കുറെ തപ്പിട്ട് സ്ഥലം വിട്ടോളൂ. ഇടിവെട്ടിവനെ പാമ്പ് കടിച്ചെന്ന് പറയണ പോലെ സാർ ഇതിപ്പോ എന്നോട് പറയുന്നത്. ഒന്നും പേടിക്കാനില്ല വിജയരാഘവ. തന്റെ സർവീസ് ബുക്കിലൊന്നും ഒരു പോറൽ പോലും വരില്ല. ഇതല്ല ഒരു ഡ്രാമ മാത്രം, അത്രയേ ഉള്ളൂ. താൻ സമാധാനമായിട്ടിരിക്കെ. ഇതൊന്നും സംഭവിക്കുമെന്ന് തീർച്ചയില്ല. മുൻകരുതലിന് ഒരു സൂചന തന്നു എന്ന് മാത്രം. മനസ്സിലായി സാർ, എല്ലാം മനസ്സിലായി. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചതിയാ. പാലത്തെ കയറ്റിട്ട് പാലം വലിച്ച് താഴെയിടാന്നൊക്കെ പറയാറില്ലേ, അതുപോലെ. അങ്ങനെയൊന്നും താൻ ധരിക്കണ്ട. പോട്ടെ സാർ. സസ്പെൻഷൻ എന്നുണ്ടാവുന്ന സാറിന് വല്ല ഊഹമുണ്ടോ? ഇന്നല്ലെങ്കിൽ നാളെ. നിങ്ങൾ അവധി എടുത്ത് പോകുന്നതാണ് നല്ലത്. താങ്ക് യു സാർ. പക്ഷേ എന്നോടിത് വേണ്ടായിരുന്നു സാർ. ഞാൻ സാറിന് ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. പാവം. ഏട്ടാ ഇത് കണ്ടോ? എന്താടി? വിജയനങ്കിളിന്റെ പടം പത്രത്തില്. എന്താ അവാർഡ് വല്ലതും കിട്ടിയോ? ഇത് അവാർഡല്ല, സസ്പെൻഷൻ.
കാണിച്ചേ നോക്കട്ടെ. അച്ഛാ അച്ഛാ ഒന്നിങ്ങ് വായോ. എന്താ വിളിച്ചു പോകുന്ന രാവിലെ? അച്ഛനിത് കണ്ടായിരുന്നോ? വിജയനഗറിനെ സസ്പെൻഡ് ചെയ്തെന്ന്. എന്തോ ഭൂമി തട്ടിപ്പിന്റെ പേരിലോ മറ്റോ. ഓ, ഇതെന്തോ പുറമ്പോക്ക് ഭൂമി വലിച്ചു കൊടുത്തൽ ക്രമക്കേടുണ്ടെന്നാ? ക്രമക്കേടല്ലാതെ രാജ്യത്ത് പിന്നെ എന്താ ഉള്ളത്? സീരിയസ് കേസാണോ അച്ഛാ? ഇത് വല്ലതും കോടതി ചെന്നാൽ നിലനിൽക്കുവോ? അതൊക്കെ പിടിക്കാനെടുത്ത് പിടിച്ച് ഒതുക്കി കളയില്ലേ? അച്ഛൻ വിജയനങ്കിളിനെ ഒന്ന് വിളിക്കേ. എന്താ സംഭവം കൃത്യമായിട്ട് അറിയാലോ. വിജയനങ്ങൾ ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ കൂട്ടി നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹലോ. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ നടേശനാ. മനസ്സിലായി. രാവിലെ പത്രം വായിച്ചായിരിക്കും അല്ലേ? ഉവ്വാ, പത്രത്തിലൊരു വാർത്ത കണ്ടു. ഞാനൊന്നും ചെയ്തതല്ല നടേശ, തഹസീൽദാർ തന്നെ ചെയ്തതാ. സംഭവം വ്യാജമാണെന്നൊന്നും എന്നെ അറിയിച്ചില്ല. ഉപ്പും സീലും വയ്ക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയിട്ട് തഹസീൽദാർ കൈ കഴുകി. അത് തെളിയിക്കാൻ പറ്റില്ലേ? തെളിയിക്കണമെങ്കിൽ തെളിവ് വേണ്ടേ? സംഭവം വലിയ കോടാലിയായിട്ട് വരുമോ? അറിഞ്ഞൂടാ. വിജിലൻസിലെ കേസെടുത്തിരിക്കുന്നേ. അവിടെ തന്നെ ഒതുക്കാൻ വയ്യേ? എന്തിനാ ഒതുക്കുന്നേ? ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ സഹായം എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട. ഈ വിജിലൻസിൽ എന്തെങ്കിലും പിടിപാടുണ്ടോ നടേശന്? വിജിലൻസുമായിട്ടൊരു ഇടപാടുമില്ല. ശരി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പിന്നെ അറിയിച്ചോളാം. ഓക്കെ, ധൈര്യമായിട്ടിരിക്കേ. എന്താ കുഴപ്പമുണ്ട്? കക്ഷി അല്പം ടെൻഷനിലാന്ന് തോന്നുന്നു. ജോലി നഷ്ടപ്പെട്ടു വച്ചാ? അതിനൊന്നും സാധ്യതയില്ല. ഫോൺ എടുക്കണ്ട. ആരാ വിളിക്കുന്നതെന്ന് അറിയാലോ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്കറിയാം എന്തിനാ വിളിക്കുന്നതെന്ന്. രാവിലെ പത്രവാർത്ത കണ്ട് പലർക്കും സൂചിച്ച് കാണും. അതൊന്ന് ആഘോഷിക്കാൻ വേണ്ടി വിളിക്കുക. എല്ലാ പത്രത്തിലും ഉണ്ട് പടവും വാർത്തയും. നീ നാണം കെട്ടിട്ട് എങ്ങനെ പുറത്തിറങ്ങി നടക്കും? നിങ്ങൾ പുറത്തിറങ്ങണ്ട, അകത്തൂടെ നടന്നാൽ മതി. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. എന്തോന്ന് ഗുഡ് മോർണിംഗ് ഇടോ? പത്രം കണ്ടില്ലേ താൻ? കണ്ടു സാർ, എല്ലാ പത്രത്തിലും ഉണ്ട് വെണ്ടയ്ക്ക വലുപ്പത്തിൽ ന്യൂസ്. അതൊക്കെ പോട്ടെ. തൻ്റെ വീട് റെയ്ഡ് ചെയ്യാൻ വിജിലൻസിൽ നാൾ വരുമെന്ന് കേട്ടു. താൻ കരുതിയിരുന്നു? വന്ന് ചെയ്തിട്ട് പോട്ടെ സാർ, എല്ലാവരുടെയും സൂക്കേട് തീരട്ടെ. താൻ ഇമോഷണൽ ആകരുത്. അവർ വരുമ്പോൾ താൻ പതറരുത്. നല്ല കോൺഫിഡൻസ് നിൽക്കണം. ഇവിടെ നിന്നൊന്നും എടുത്തുകൊണ്ട് പോകാനില്ല സാറേ, പിന്നെ ഞാനെന്തിനാ പേടിക്കണേ? ഇങ്ങനെ നിന്നാ മതി, ഒന്നും പേടിക്കണ്ട. അവന്മാർ വന്നിട്ട് പൊക്കോളൂ. നമ്മൾ പതറുമ്പോഴാ അവന്മാർക്ക് സംശയം തോന്നുന്നത്. ഇതൊക്കെ ആരുടെ കളിയാ സാറേ? തനിക്ക് ഏതോ ഒരു അജ്ഞാത ശത്രു ഉണ്ടെന്ന് കരുതിയാൽ മതി. എന്തുണ്ടായാലും എന്നെ വിളിച്ച് അപ്പം വിവരം അറിയിക്കണം. ഓക്കെ?